നമ്മളിന്ന് ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ യൂണിറ്റിലെ എന്ന പാർട്ടിലെ നമ്മളെന്താണ് യൂണിറ്റ് 1 ആണ്. നമ്മൾ യൂണിറ്റ് 1ൻ്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ലിറ്ററേച്ചർ സെർച്ച്, എന്തൊക്കെയാണ് ലിറ്ററേച്ചേഴ്സ്, എങ്ങനെ സെർച്ച് ചെയ്യാം, അതിന് ഓതർ അപ്രോച്ച് പറഞ്ഞ്, നമ്മൾ സബ്ജക്റ്റ് അപ്രോച്ച് പറഞ്ഞ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു പാർട്ട് 1ൽ. ഇനി ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഈ സബ്ജക്റ്റ് അപ്രോച്ചിൻ്റെ തന്നെ കുറച്ച് കാര്യങ്ങൾ കണ്ടിന്യൂഷൻ ചെയ്യാനുണ്ട്. പിന്നെ എങ്ങനെയാണ് ഓതർ അപ്രോച്ച്, എങ്ങനെ ഒരു ഓതർ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിറ്ററേച്ചേഴ്സ് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും, സിസ്റ്റമാറ്റിക് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതും. ദെൻ എന്താണ് ബിബ്ലിയോഗ്രഫിക് ഇൻഫർമേഷൻ, എന്താണ് ഒരു ബിബ്ലിയോഗ്രഫി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഒരു ബിബ്ലിയോഗ്രഫി കമ്പൈൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പാർട്ട് 2 ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കവർ ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിറ്റുവേഷൻ 1 ആൻഡ് 2 എന്നുള്ളത്. ഇനി 3 ആണ്. നോ സെക്കൻഡറി പീരിയോഡിക്കൽസ് ഈസ് അവൈലബിൾ ഓൺ ദി സബ്ജക്ട് ബട്ട് ഈസ് അവൈലബിൾ ഓൺ ബ്രോഡർ സബ്ജക്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണ്ട സബ്ജക്റ്റിൽ എന്തില്ല, സെക്കൻഡറി പീരിയോഡിക്കൽസ് ഒന്നും കിട്ടാനില്ല, പക്ഷേ ഒരു ബ്രോഡ് ആയിക്കാണ്ടുള്ള ടേമുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഹോളോഗ്രഫി എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഹോളോഗ്രഫി എന്ന് പറഞ്ഞാൽ ബോത്ത് ഫിസിക്സ് ആൻഡ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഹോളോഗ്രഫി എന്നുള്ള ഒരു സബ്ജക്റ്റിൽ എന്തില്ല, നമുക്ക് ഒരു സെക്കൻഡറി പീരിയോഡിക്കൽസ് ഒന്നും കിട്ടാനില്ല, പക്ഷെ നമുക്ക് കിട്ടും എവിടെ, ഫിസിക്സിൻ്റെ ഇതിലും ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ. കാരണം ഈ രണ്ട് കൺസെപ്റ്റും കൂടിയതാണ് ഹോളോഗ്രഫി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞ സെക്കൻഡറി സർവീസസ് ഓൺ ഫിസിക്സ് ആൻഡ് ഫോട്ടോഗ്രഫി ആർ ടു ബി കൺസൾട്ടഡ് ടു കമ്പൈൽ ദി ബിബ്ലിയോഗ്രഫി. അപ്പോൾ നമുക്ക് ഈ ഹോളോഗ്രഫി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണം, ഫിസിക്സ് ആൻഡ് ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അബ്സ്ട്രാക്റ്റിംഗ് പീരിയോഡിക്കൽസോ ഇൻഡെക്സിങ് പീരിയോഡിക്കൽസോ റിവ്യൂയിങ് പീരിയോഡിക്കൽസോ നമ്മൾ നോക്കണം. ഫിസിക്സിലുള്ളതും നോക്കണം, ഫോട്ടോഗ്രഫി എന്നുള്ളതും നോക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോളോഗ്രഫിൻ്റെ ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ദെൻ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹോളോഗ്രഫി എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുള്ളത് 47 ശേഷമാണ്. 47 ശേഷം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട, 47 മുന്നിലുള്ള നടന്ന സ്റ്റഡികൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം മുന്നേ ഈ ഒരു ഫീൽഡിൽ സ്റ്റഡി നടന്നിട്ടുണ്ടായിരിക്കില്ല, ഹോളോഗ്രഫി എന്നുള്ള ഫീൽഡിൽ സ്റ്റഡി നടന്നിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ 47 മുന്നേ എന്തുണ്ട്, ഫിസിക്സും ഫോട്ടോഗ്രഫി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, 47 മുന്നത്തെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 47 ശേഷമുള്ള ഫിസിക്സും ഫോട്ടോഗ്രഫിയും മീൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെക്കൻഡറി പീരിയോഡിക്കൽസ് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഏതൊക്കെ മീൻസ് സെക്കൻഡറി സോഴ്സുകൾ നോക്കാം എന്നുള്ളതാണ്. ഒന്ന്, ഫോർ ദീസ് പർപ്പസ് വി ക്യാൻ സെർച്ച് ഫിസിക്സ് അബ്സ്ട്രാക്ട് നോക്കാം, ഫോട്ടോഗ്രഫിക് അബ്സ്ട്രാക്ട് നോക്കാം, ഇമേജിങ് അബ്സ്ട്രാക്ട് നോക്കാം. കാരണം ഇമേജും ഇതുമായിട്ട് ക്ലോസ് റിലേഷൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അബ്സ്ട്രാക്ട് ഒക്കെ നോക്കിയാൽ മതി. ഈ അബ്സ്ട്രാക്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഇതിന് മുന്നേ ഈ ഒരു ടോപ്പിക്കിൽ സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിബ്ലിയോഗ്രഫീസ് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ഒരു സിറ്റുവേഷൻ ആണ് സിറ്റുവേഷൻ 4. നോ സെക്കൻഡറി പീരിയോഡിക്കൽസ് ഈസ് അവൈലബിൾ ഓൺ ദി സബ്ജക്ട് നോട്ട് ഇവൻ ദി ബ്രോഡർ സബ്ജക്ട്. നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ടും ബന്ധമുള്ള സ്റ്റഡികളില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ബന്ധമുള്ള സ്റ്റഡികളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ട് UFO എന്നുള്ള അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സബ്ജക്ട് മേ ബി നമുക്ക് ഈ ന്യൂസ് പേപ്പറിലൊക്കെ കാണാൻ പറ്റുന്നുള്ളതാണ്. മേ ബി കാരണം പൊതുവെ ആർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്തത്, പൊതുവെ ഇങ്ങനത്തെ വിഷയങ്ങൾ എന്തുണ്ടാവും, ന്യൂസ് പത്രങ്ങളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂസ് പേപ്പറും അതേപോലെ ജേണൽസ് ഒക്കെ നോക്കുക, അതിൽ ഇങ്ങനത്തെ സ്റ്റഡികൾ ഉണ്ടോ എന്നുള്ളത്. സോ സെർച്ചിങ് ഇൻഡെക്സ് ടു ന്യൂസ് പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ന്യൂസ് പേപ്പർ ഇൻഡെക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡാറ്റാബേസുകൾ ഉണ്ടാവും. ഇൻഡെക്സ് ടു ടൈംസ് ഓഫ് ഇന്ത്യ ആൻഡ് റീഡേഴ്സ് ഗൈഡ് ടു പീരിയോഡിക്കൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്യാം. കാരണം ഇവിടെയൊക്കെ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡറി ഡാറ്റകൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ ഒരു പ്രോബ്ലം ഇവിടെ വരുന്നത്, ഈ ഒരു സിറ്റുവേഷനിലല്ല, ഇവിടെ എല്ലായിടത്തും വരുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ സെക്കൻഡറി ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി സോഴ്സിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിബ്ലിയോഗ്രഫീസാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ദ ബിബ്ലിയോഗ്രഫി ദാറ്റ് ഈസ് കമ്പൈൽഡ് യൂസിങ് സെക്കൻഡറി സോഴ്സസ് ഈസ് ഓൾവേസ് ബാക്ക് ഡേറ്റഡ് ബൈ സം മന്ത്സ് ഓർ ഇയർ. പൊതുവെ സെക്കൻഡറി സോഴ്സ് ഒക്കെ ഇപ്പം 3-4 മാസം മുന്നേ നടന്ന സ്റ്റഡികളുടെ ആയിരിക്കും. ഇപ്പം ഈ ഒരു 2025 ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒക്ടോബറിലാണെങ്കിൽ
ഒക്ടോബറിലാണ്. അപ്പം ഈ ഒരു സമയത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെക്കൻഡറി സോഴ്സുകൾ അവർ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡികളൊക്കെ മേ ബി 4 or 5 മീൻസ് മാസങ്ങൾക്ക് മുന്നേ നടന്ന സ്റ്റഡികളായിരിക്കും. മേ ബി കറക്റ്റ് ഏറ്റവും വെരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡികൾ മേ ബി ഉണ്ടാവണമെന്നില്ല. അത് ഇതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. സോ അതാണ് ഇവിടെ പറയുന്നത്, ദ അബ്സ്ട്രാക്ട് വിച്ച് യു ആർ സീയിങ് ഇൻ ദി ലേറ്റസ്റ്റ് ഇഷ്യൂ ഓഫ് ആൻ അബ്സ്ട്രാക്റ്റിംഗ് പീരിയോഡിക്കൽ ടുഡേ മൈറ്റ് ബി ബിലോങ് ടു ആൻ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് മന്ത് അഗോ ഓർ ഈവൻ ഇയർ ആക്കോ എന്നുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതായിരിക്കും എന്ത് നമ്മൾ ഈ സെക്കൻഡറി സോഴ്സ് നോക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബിബ്ലിയോഗ്രഫീസ് ഒക്കെ എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, therefore you need to go through the literature that has been published during the last year. അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും സെക്കൻഡറി സോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത പീരിയോഡിക്കൽസോ ഇൻഡെക്സിങ് പീരിയോഡിക്കലോ റിവ്യൂ പീരിയോഡിക്കലോ ഒക്കെ ഉണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ്. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ഇയർത്തെ ആണെങ്കിൽ പോലും എന്താണ് മേ ബി അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിബ്ലിയോഗ്രഫീസ് ഒക്കെ അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ പഴയതായിരിക്കും. പഴയത് മീൻസ് 3-4 മാസങ്ങൾക്ക് മുന്നേയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈബ്രറിക്ക് വരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, അയാൾക്ക് മീൻസ് ഇന്നലെ പബ്ലിഷ് ചെയ്ത സ്റ്റഡികൾ വരെ നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കാൻ കഴിയണം. എന്നാലാണല്ലോ അദ്ദേഹത്തിന് പുതിയ സ്റ്റഡികൾ നടത്താൻ പറ്റുള്ളൂ, അത് ഉപകാരമാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് നമ്മൾ സ്റ്റെപ്പ് 3 ഇതാക്കുന്നത്. സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വരുന്ന ആളെ പർപ്പസ് എന്താണ്, സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി, എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കി. സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ എന്താണ് എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ നമ്മൾ മനസ്സിലാക്കി സെക്കൻഡറി സോഴ്സുകളിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബിബ്ലിയോഗ്രഫി ഇൻഡെക്സ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസുകൾ നോക്കിയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലായി. അതിന് കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അപ്പം നമ്മൾ അങ്ങനെ സെക്കൻഡറി സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും എന്താണ് മേ ബി അവിടെ എന്ത് ചാൻസ് ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സ്റ്റഡികൾ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് സ്റ്റെപ്പ് 3 പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്റ്റെപ്പ് 2 എന്താണ്, ഈസ് റെസ്ട്രിക്റ്റഡ് ടു സെക്കൻഡറി സോഴ്സസ്. സെക്കൻഡറി സോഴ്സസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ദെൻ എന്താണ് പർട്ടിക്കുലർ സ്റ്റെപ്പ് ഓക്കെ. അപ്പോൾ ഈ സ്റ്റെപ്പിൽ എന്താണ്, ഇപ്പം നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 3 എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് പ്രൈമറി സോഴ്സ് ആണ്. ഓക്കെ, കാരണം പ്രൈമറി സോഴ്സ് നോക്കുമ്പോഴാണെന്ത് നമുക്ക് വെരി ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സ്റ്റഡികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പം പ്രൈമറി പീരിയോഡിക്കൽസ് ആണ്. പ്രൈമറി പീരിയോഡിക്കൽസ് ഉദാഹരണമാണ് കോൺഫറൻസ് പ്രൊസീഡിങ്സ്, ഫെസ്റ്റ് വോളിയംസ്, തീസിസ്, പാറ്റന്റ്, സ്റ്റാൻഡേർഡ്, റിസർച്ച് മോണോഗ്രാഫ്, ഇതെല്ലാം എന്താണ് പ്രൈമറി സോഴ്സുകളാണ്. ഇതെല്ലാം നമ്മൾ നോക്കണം, എന്നാലേ നമുക്കൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പ്രൈമറി പീരിയോഡിക്കൽസിൻ്റെ കേസിൽ ഇൻ ദിസ് കേസ് ദി ഫസ്റ്റ് ജോബ് ഈസ് ടു ഐഡന്റിഫൈ ദി പ്രൈമറി പീരിയോഡിക്കൽ വിച്ച് ആർ ടു ബി സെർച്ച് ഫിസിക്കലി ത്രൂ ദി ഇന്റർനെറ്റ്. നമുക്ക് നമ്മുടെ ലൈബ്രറിയിലേക്ക് എന്തുണ്ടാവും, ഒരുപാട് ജേർണൽസ് വരുന്നുണ്ടാവും. അപ്പം അത് നമുക്ക് ഫിസിക്കലി നമുക്ക് നോക്കാൻ പറ്റും ആ ജേർണൽസിലൊക്കെ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇത് നമ്മൾ ഈ കിട്ടുന്നപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. കാരണം ഓരോ ജേർണലിനും ഓരോ സബ്ജക്റ്റ് ഉണ്ടാവും. ഇപ്പം സയൻസിൽ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നുണ്ട്. ഇപ്പോൾ ലൈബ്രറി സയൻസിന് ഒന്ന്, മാസ് കോമിന് ഒന്ന്, ലിറ്ററേച്ചറിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് വേറെ, ഹിന്ദിക്ക് വേറെ, ഇങ്ങനെ ഓരോന്നിനും ഓരോ ജേർണൽസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വലിയ ലൈബ്രറി ആണെങ്കിൽ ഒരുപാട് ജേർണൽസ് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ആ സ്പെസിഫിക് ജേർണൽ മാത്രം നോക്കിയാൽ മതി. ലൈബ്രറി സയൻസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ലൈബ്രറി സയൻസിൻ്റെ ജേർണൽ മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് അതിന് ലൈബ്രറി എന്നുള്ള ഫീൽഡ് മാത്രം നമുക്ക് ഏതെങ്കിലും സ്റ്റഡി വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് ഇപ്പം ഇതിൻ്റെ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡറി സോഴ്സ് എന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ ഓൾറെഡി ഒരു ബിബ്ലിയോഗ്രഫി അവർ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഓൾറെഡി നടന്ന സ്റ്റഡികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണല്ലോ. പക്ഷെ ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ സ്വയം ചെയ്യേണ്ട പണിയാണ്, ലൈബ്രറിയൻ സ്വയം ചെയ്യേണ്ട പണിയാണ്. അപ്പം എന്താണ് ഇത് എവിടെയും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കൂല, എന്താണ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിത് ഫ്രഷ് ആയിട്ട് നമ്മൾ ബിബ്ലിയോഗ്രഫി എഴുതുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യണം, ഓരോ ബിബ്ലിയോഗ്രഫി എഴുതാൻ ഓരോ ഫോർമാറ്റ് ഉണ്ട്. അത് എന്ത് ചെയ്യണം, 5x3 എന്ന കാർഡിലൊക്കെ അതിനൊരു സ്പെസിഫിക് കാർഡ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് വന്ന സ്റ്റഡീസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കണം. ഓക്കെ, അങ്ങനെ എന്തുണ്ട്, ഓരോ സ്റ്റഡിക്കും എന്തുണ്ട്, അല്ല ഓരോ ബിബ്ലിയോഗ്രഫി എഴുതാനും ഓരോരോ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു യൂണീക്ക് ഫോർമാറ്റ് ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ബിബ്ലിയോഗ്രഫി എഴുതണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഇത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ പറഞ്ഞ് എന്താണ് പ്രൈമറി സോഴ്സ് ഏതൊക്കെ എന്നുള്ളത് പറഞ്ഞാൽ കോൺഫറൻസ് പ്രൊസീഡിങ്സ് ഒന്നാമത്തത്. ഇതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാണ്. ഒരുപാട് കോൺഫറൻസ് നടക്കും നമ്മുടെ അക്കാദമിക് ഫീൽഡിലും കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ. അപ്പം അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ആൾക്കാർ പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു, പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നു, ആ പേപ്പർ പബ്ലിഷ് ചെയ്യും. മീൻസ് അതിൻ്റെ പേരാണ് കോൺഫറൻസ് പ്രൊസീഡിങ്സ് എന്നുള്ളത്. ദെൻ ഫസ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ
ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഷിഫ്റ്റ് വോളിയം എന്ന് പറയുന്നത്. റിസർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ അവർ ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു എഴുതുന്നതാണ് റിസർച്ച് റിപ്പോർട്ട്. പാറ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം കണ്ടെത്തിയാൽ അതിന് നമുക്ക് സർക്കാർ തരുന്ന ഒരു ലീഗൽ റൈറ്റ് ആണ് പാറ്റന്റ് എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഫോർമാറ്റും രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ പ്രൈമറി സോഴ്സ് ആണ്. ദെൻ സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിലുണ്ടാവും ഇതെങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടുണ്ട് എന്നുള്ളതൊക്കെ. അതും എന്താണ്, ഒരു പ്രൈമറി സോഴ്സ് ആണ്. ദെൻ തീസിസ് നമ്മൾ പി ജിയും പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾ എന്താ പി ജി ചെയ്യുന്ന ആളുകൾ 6 മന്തോ 1 ഇയർ ഒക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു റിസർച്ച് ആണ് തീസിസ് എന്ന് പറയുന്നത്. ദെൻ മോണോഗ്രാഫ്സ് ആൻഡ് ട്രീറ്റീസസ് എന്ന് പറഞ്ഞാൽ, മോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന സ്റ്റഡിയാണ് മോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ. റിസർച്ച് പോലെ തന്നെ ഇവിടെ ഒറ്റ സിംഗിൾ സബ്ജക്റ്റ് ആയിരിക്കും, ഫോക്കസിങ് ഓൺ വൺ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ്. അത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്, അതാണ് മോണോഗ്രാഫ്സ് എന്നുള്ളത്. ട്രീറ്റീസ് പറഞ്ഞ സെയിം തന്നെയാണ്, ഒന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ്. ദെൻ ആക്സസിന് ലിസ്റ്റ് എന്നുള്ളത്, ഇപ്പോൾ ലൈബ്രറിയിൽ നമ്മൾ ലൈബ്രറിൻ്റെ ഒരു മെയിൻ സോഴ്സ് ആണത്. ലൈബ്രറിക്ക് വരുന്ന എല്ലാ പുസ്തകങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 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 ഇതിൽ എഴുതി വെക്കും. അതായത് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കും. ആക്സസ് രജിസ്റ്റർ എന്നാണ് പറയാം. ഇപ്പോൾ ലൈബ്രറിയിൽ വർക്ക് ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ആക്സസ് ലിസ്റ്റ് എന്നുള്ളത്. ആ ആക്സസ് ലിസ്റ്റ് എന്തുണ്ടാവും, ലൈബ്രറിയിൽ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതൊക്കെ എന്താണ്, പ്രൈമറി സോഴ്സ് ആണ്. സോ ഇതോടുകൂടി നമ്മൾ ലിറ്ററേച്ചർ സെർച്ച് ചെയ്യാനുള്ള ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള സബ്ജക്റ്റ് അപ്രോച്ച് കഴിഞ്ഞ് ഇനി എന്താണ്, ഓതർ അപ്രോച്ച് ആണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ഇതിനു മുന്നേ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഒരു ഓതറെ വെച്ചിട്ടാണ്. ഓതർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് ലിറ്ററേച്ചേഴ്സ്, നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതാണ് ഇവിടെ ഓതർ അപ്രോച്ചിൽ പറയുന്നത്. സോ ഇവിടെ എന്താണ്, ഫസ്റ്റ് ഓതർ അപ്രോച്ച് നമ്മൾ ചെയ്യേണ്ടി, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് എൻ ഓതർ ഹു കോൺട്രിബ്യൂട്ട് പേപ്പർ ഓൺ ദി സബ്ജക്ട് ടു വിച്ച് യുവർ ടോപ്പിക് ബിലോങ്സ് ടു. അതിവിടെ പ്രോളിഫിക് റൈറ്റർ എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ലൈബ്രറി എന്നുള്ളത്. അപ്പം ഈ ഒരു ഫീൽഡിൽ നമ്മൾ ഓതർ അപ്രോച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് രീതിയിലും, ഇപ്പം മുന്നേ പറഞ്ഞ സബ്ജക്റ്റ് അപ്രോച്ച് ആണെങ്കിലും ഓതർ അപ്രോച്ച് ആണെങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിറ്ററേച്ചേഴ്സ് ഇഫക്റ്റീവായിട്ട് സെർച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓതർ അപ്രോച്ച് ആകുമ്പോൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഈ ഒരു ഫീൽഡിലുള്ള, ഇപ്പോൾ എ ഇൻ ലൈബ്രറി എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഫീൽഡിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഓതർ നമ്മൾ ആദ്യം കണ്ടെത്തണം. ആ ഓതർ എന്ത് ചെയ്യുക, പ്രൊളിഫിക് ഓതർ ആയിരിക്കും. പ്രൊളിഫിക് ഓതർ പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഓതർ ആയിരിക്കണം. അങ്ങനെ ഒരു ഓതർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഓതർ നമ്മൾ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ദെൻ ഗെറ്റ് എ കോപ്പി ഓഫ് ദി പേപ്പർ. അതായത് പിന്നെ അദ്ദേഹം എഴുതിയൊരു പേപ്പർ, നമ്മുടെ ആ ഫീൽഡിൽ നമ്മൾ എങ്ങനെ ഈ ഫീൽഡ് സെർച്ച് ചെയ്യുമ്പോൾ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട പേപ്പർ ആയിരിക്കും അദ്ദേഹത്തെ എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടല്ല നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. സോ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പേപ്പർ നമ്മൾ ആദ്യം എടുക്കുന്നത്. അദ്ദേഹം എഴുതിയ പേപ്പർ, റിസർച്ച് പേപ്പർ, അത് പുസ്തകമാണോ ആർട്ടിക്കിളാണോ എന്താണെങ്കിലും അത് നമ്മൾ എടുക്കുന്നത്. സോ അതിൻ്റെ നമ്മൾ കോപ്പി എടുക്കുന്നു. ദെൻ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ പുസ്തകത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ റിസർച്ച് ആർട്ടിക്കിളിൻ്റെയും ലാസ്റ്റ് പേജിൽ എന്തുണ്ടാവും, മേ ബി മോസ്റ്റ് ഓഫ് ദി ലാസ്റ്റ് പേജിൽ എന്തുണ്ടാവും, റെഫറൻസസ് ഒരു ബിബ്ലിയോഗ്രഫി പറഞ്ഞൊരു ഏരിയ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ വായിക്കുന്ന ഈ ഇഗ്നോൻ്റെ നോട്ട്സ് ആണെങ്കിൽ പോലും ഇഗ്നോൻ്റെ ഓരോ യൂണിറ്റിനും എന്തുണ്ട്, ആ യൂണിറ്റിന് ലാസ്റ്റ് റെഫറൻസസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫർദർ റീഡിങ്ങിന് ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതേപോലെ ഈ ഓതർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് റെഫറൻസസും ബിബ്ലിയോഗ്രഫിയും അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിലും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മൾ ഇഗ്നോൻ്റെ ഈ ഒരു നോട്ട് നോക്കുമ്പോൾ തന്നെ എന്താണ്, അതിലെ റെഫറൻസും ബിബ്ലിയോഗ്രഫി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം ആ യൂണിറ്റ് 1ലുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് എന്നുള്ളത്. ആ റെഫറൻസിലും ബിബ്ലിയോഗ്രഫി സെക്ഷനിലും നമ്മൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഹെഡിങ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതെല്ലാം യൂണിറ്റ് 1 ആണെങ്കിൽ ആ 1മായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണെന്നുള്ളത് മനസ്സിലാവും. ഇതേപോലെ തന്നെ ഈ ഒരു ഓതറിൻ്റെ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം റെഫറൻസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള എല്ലാ സോഴ്സുകളും എന്തായിരിക്കും, ഈ ഒരു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ലൈബ്രറി എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് പോയിന്റ് ഇതില്ലേ, പ്രിപ്പയർ എൻട്രീസ് ഫോർ ഓൾ ദി റെലവൻറ്റ് ഐറ്റംസ് ഇൻ 5x3 കാർഡ്സ്. നമ്മൾ പുതിയ കാർഡിൽ എന്ത് ചെയ്യാം, ആ ഒരു ഓതർ എഴുതിയിട്ടുള്ള ആ ഒരു പേപ്പറത്തെ ലാസ്റ്റ് റെഫറൻസ് ഉണ്ടാവുമല്ലോ, ഒരു എക്സാമ്പിൾ ഒരു 20 റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ 20 റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഓരോ റെഫറൻസും ഓരോ കാർഡിൽ എഴുതി വെക്കുക. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് കാർഡിൽ എഴുതി വെക്കുക.
ദെൻ പിന്നെ നമ്മളെ അടുത്തൊരു ജോബാണ് എന്താണ് ഇൻ മോസ്റ്റ് ഓഫ് ദി എൻട്രീസ് യു വിൽ ഫൈൻഡ് ദി നെയിം ഓഫ് ദി ഓതേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു നമ്മൾ 20 ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമ്മൾ എഴുതി. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് ഓതേഴ്സിൻ്റെ പേരുകൾ കിട്ടും, പുതിയ പുതിയ ഓതേഴ്സിൻ്റെ പേര് കിട്ടും. ചിലപ്പം സെയിം ഓതർ തന്നെ രണ്ട് പ്രാവശ്യം കിട്ടും, കാരണം സെയിം ഓതർ തന്നെ 2 പേപ്പർ എഴുതിയിട്ടുണ്ടാവും മേ ബി സബ്ജക്റ്റിൽ, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ നമ്മൾ നോക്കുന്ന ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ഓതേഴ്സ് ഫിഗറിംഗ് ഇൻ ദി എൻട്രീസ് പെർട്ടൈനിങ് ടു ദി ഫീൽഡ് വിച്ച് യുവർ ടോപ്പിക് ബിലോങ്സ്. നമ്മൾ അതിൽ കാണുന്ന എല്ലാ ഓതേഴ്സും, ആ റെഫറൻസിൽ കാണുന്ന എല്ലാ ഓതേഴ്സും എന്തായിരിക്കും, നമ്മുടെ ഫീൽഡുമായി ഡെഫിനറ്റ്ലി നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 20 റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നൗ ഫൈൻഡ് ഔട്ട് ദി പേപ്പേഴ്സ് ബൈ ദിസ് ഓതേഴ്സ്. ഈ 20 ഓതേഴ്സും ഇപ്പോൾ ഡിഫറെൻറ്റ് ഓതേഴ്സാണ് എഴുതിയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ എല്ലാ ഓതേഴ്സിൻ്റെ ആ പേപ്പർ നമ്മൾ സെർച്ച് ചെയ്യാം. ആ ഓതേഴ്സ് എഴുതിയ 20 ഓതേഴ്സ് നമുക്ക് റെഫറൻസിൽ കിട്ടും. അവരുടെ എല്ലാ പേപ്പറും നമ്മൾ എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് പോയി സെർച്ച് ചെയ്യാം. അപ്പോൾ അവരുടെ ടോപ്പിക്കും ഓൾറെഡി നമ്മുടെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവരെ പേപ്പറിലും ഇതേപോലെ 10, 20, 30 റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ നോട്ട്സ് എഴുതി വെക്കുക. ഇതിങ്ങനെ ഒരു ചെയിൻ പ്രോസസ്സാണ്. നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പുതിയ പേപ്പറിലേക്ക് എത്തുന്നു, അതിൻ്റെ റെഫറൻസ് ഒക്കെ നമ്മളെ ഈ ഒരു കാർഡിൽ നമ്മൾ എഴുതി വെക്കുന്നു. പിന്നെ അതിൽ ഉള്ള അടുത്ത റെഫറൻസിൻ്റെ പേപ്പറിൽ പോകുന്നു, അതിൽ വീണ്ടും റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും നമ്മളിങ്ങനെ ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കരുതുന്ന പോലെ കുറേ സ്റ്റെപ്പുകൾ ചെയ്യാനുണ്ടാവില്ല. 2, 3 സ്റ്റെപ്പ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്കൊരു പുതിയ ഓതേഴ്സിനൊന്നും കിട്ടൂല. ഓക്കെ, ഓൾറെഡി നമ്മൾ കാണുന്നതെല്ലാം എന്തായിരിക്കും, നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓതേഴ്സ് തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു ടോപ്പിക്കിൽ അധികം സ്റ്റഡീസും നടക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അതേപോലെ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ 1-2 സ്റ്റെപ്പ് പോകുമ്പോൾ തന്നെ ഇതിനെല്ലാവരും എഴുതിയ റെഫറൻസ് ഒക്കെ ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണത്തിന് ഒരു 2 പേപ്പർ എടുത്ത് ഒരു സെയിം ടോപ്പിക്കിലുള്ള 2 പേപ്പർ, 2 ഓതർ എഴുതി 2 പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ അതിന് റെഫറൻസ് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കോമൺ ആയിക്കാണ്ട് ഒരുപാട് റെഫറൻസ് ഉണ്ടാവും. 2 പേപ്പർക്കാരും കൊടുത്തിട്ടുള്ള കോമൺ ആയിക്കാണ്ടുള്ള റെഫറൻസ് ഉണ്ടാവും. കാരണം അങ്ങനെ ഉണ്ടാവുള്ളൂ, കാരണം അതൊരു സബ്ജക്റ്റിലാണല്ലോ അവർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പുതിയ ഓതറിനെ കണ്ടെത്തോളം നമ്മളിങ്ങനെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആദ്യം മെയിനായിട്ടൊരു പേപ്പർ നമ്മൾ നോക്കി, അതിൻ്റെ റെഫറൻസ് എല്ലാം നമ്മൾ എഴുതി വെച്ച്, അതിൻ്റെ റെഫറൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലത്തെ ഓരോ പേപ്പറിലേക്കും പോയി, എന്നിട്ട് ആ ഓരോ പേപ്പറിൻ്റെയും റെഫറൻസ് നോക്കുന്നു, വീണ്ടും അടുത്ത പേപ്പറിലേക്ക് പോകുന്നു, വീണ്ടും റെഫറൻസ് നോക്കുന്നു. ഇങ്ങനെ നമുക്ക് പോകേണ്ടത് പുതിയ പുതിയ ഓതേഴ്സിനെ കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി. അപ്പം ആദ്യം നമ്മളൊരു പേപ്പർ എടുത്ത് അതിൻ്റെ റെഫറൻസിൽ പോയി, രണ്ടാമത് പേപ്പർ എടുത്ത് റെഫറൻസിൽ പോയപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി ഈ പേപ്പറിൽ പുതിയ റെഫറൻസ് ഒന്നുമില്ല, ഒക്കെ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത റെഫറൻസ് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, നമ്മളെ പണി കഴിഞ്ഞ്. ഇങ്ങനെ നമ്മൾ ഒരു 2-3 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് കിട്ടും. ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബിബ്ലിയോഗ്രഫീസ് നമുക്ക് വീണ്ടും വീണ്ടും ചില ആർട്ടിക്കിൾസിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ റിമൂവ് ചെയ്ത് ലാസ്റ്റ് നമ്മളേക്ക് ഒരു ഫൈനൽ സാധനം ഉണ്ടാവും. അതാണ് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ബിബ്ലിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് പറയുന്നത് ഇൻ ദിസ് എൻട്രീസ് യു വിൽ ഫൈൻഡ് സം ന്യൂ ഓതേഴ്സ്. പുതിയ ഓതേഴ്സിനെ കണ്ടെത്തോളം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പുതിയ പേപ്പർ നോക്കുന്നു, പുതിയ ഓതേഴ്സിനെ പുതിയ പേപ്പർ നോക്കുന്നു, അതിൻ്റെ റെഫറൻസിലേക്ക് പോകുന്നു, പുതിയ പേപ്പർ നോക്കുന്നു, റെഫറൻസിലേക്ക് പോകുന്നു എന്നുള്ളത്. ഓക്കെ, പുതിയ ഓതേഴ്സിനെ കണ്ടെത്തോളാം. പക്ഷേ അത് 2-3 സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ പുതിയ ഓതേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ചെയ്ത ആളുകൾ തന്നെ ആയിരിക്കും. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഇതായിരിക്കും ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ഇതായിരിക്കും, യുവർ ബിബ്ലിയോഗ്രഫി വിൽ ബി ഹൈലി റെലവൻറ്റ് ആൻഡ് കവർ മോസ്റ്റ് ഓഫ് ദി റെലവൻറ്റ് ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഓൾമോസ്റ്റ് എല്ലാം എന്തായിരിക്കും, നമ്മളെ ബിബ്ലിയോഗ്രഫി നല്ല റെലവൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ആ ഫീൽഡിൽ നടന്നിട്ടുള്ള എല്ലാ സ്റ്റേജുകളും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് വേറെ ഇപ്പം നമ്മൾ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞു, ഓതർ അപ്രോച്ചും സബ്ജക്റ്റ് അപ്രോച്ചും. അത് ഓൾറെഡി കഴിഞ്ഞ് ഇനി നമുക്ക് പറഞ്ഞു ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അപ്രോച്ച് എന്നുള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഓഫ്ലൈൻ, എന്താണ് ഓൺലൈൻ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്യുവർലി ഓഫ്ലൈൻ മാത്രം പോകാൻ പറ്റില്ല. കാരണം ഇന്ന് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റൊക്കെ നല്ല വികസിച്ചൊരു കാലമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഓൺലൈനിലാണ് ഇപ്പോൾ ഒരുപാട് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നത് ഓഫ്ലൈനേക്കാൾ കൂടുതൽ, കാരണം ചിലവും കുറവാണ്. അപ്പം ഇപ്പോൾ ഇവിടെ പറയുന്നത് പിന്നെ ചില ജേർണൽസ് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, പ്രിന്റഡ് വേർഷൻ ഉണ്ടാക്കുന്നില്ല, അവർക്കൊക്കെ ഓൺലൈൻ വേർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്ത് ചെയ്യണം, ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റലായും സെർച്ച് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഓൺലൈനിലും സെർച്ച് ചെയ്യണം എന്നതാണ് ഇവിടെ പറയുന്നത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഡാറ്റാബേസുകളുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പബ്മെഡ്, മെഡ്ലിൻ, ഇതൊക്കെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ ഡാറ്റാബേസുകളാണ്.
ഈ ഡാറ്റാബേസ് എന്തുണ്ടാവും, ഒരുപാട് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആയിരിക്കണം എന്നുള്ളത്. ഏതെങ്കിലും ഒന്ന് മാത്രമായി എന്ത് ചെയ്യില്ല, നടക്കൂല എന്നുള്ളത്. കാരണം ഓൺലൈൻ മാത്രമേ നടക്കൂല. കാരണം ചില രാജ്യങ്ങളിൽ ഇപ്പോഴും എന്താണ്, ഓഫ്ലൈൻ എടുക്കാണ്ട് പ്രിന്റ് ചെയ്യുന്ന മീൻസ് ജേർണൽസ് ഉണ്ട്. ചിലത് ഇപ്പോഴും ഓൺലൈൻ ആക്കാത്തുണ്ട്. പിന്നെ ചിലത് ഓൺലൈൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല, കഴിയണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ലിറ്ററേച്ചർ സെർച്ച് ആണെങ്കിൽ എന്ത് ചെയ്യണം, ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. ദെൻ ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2-3 ഡാറ്റാബേസുകൾ അവിടെ പറയുന്നത്. ഒന്ന് സ്കോപ്പസ് ആണ്. പൊതുവെ റിസർച്ച് ചെയ്യുന്ന ആളുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സ്കോപ്പസ് എന്നുള്ളത്. അതിൻ്റെ സ്കോപ്പസിൻ്റെ കമ്പനിയാണിത്, എൽസേവിയർ എന്ന് പറഞ്ഞ കമ്പനി. സ്കോപ്പസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. പൊതുവെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു വർഷങ്ങളിലും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടാണ് സ്കോപ്പസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സ്കോപ്പസ് ഒരു ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് ആ സ്കോപ്പസിൽ നമ്മൾ സെർച്ച് ചെയ്തുള്ള സ്കോപ്പസിൽ നിന്നുണ്ടാവും ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അതായത് സയൻസുമായി ബന്ധപ്പെട്ട്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്, മെഡിസിൻ, സോഷ്യൽ സയൻസ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ ഡാറ്റാബേസിൽ പോയാൽ ഈ ഡാറ്റകളൊക്കെ കിട്ടും. ഓക്കെ, ദെൻ ISI വെബ് ഓഫ് നോളജ് പറഞ്ഞിട്ടുണ്ട്. ഇതും എന്താണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടൂല. പൊതുവെ നമുക്ക് ഒരു വ്യക്തികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, അതൊന്നും ആക്സസ് ചെയ്യാറില്ല. കാരണം ഇതൊരു വർഷത്തിൽ ലക്ഷങ്ങൾ കോടികൾ വരും. അപ്പോൾ പൊതുവെ ചെയ്യാറുള്ള ലൈബ്രറീസ് ഒക്കെയാണ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ്. ദെൻ തോമസ് റൂട്ടേഴ്സ് ആണ് ISI വെബ് നോളജിൻ്റെ ഓൺ ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഗൂഗിൾ സ്കോളർ ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രീ ആൻഡ് ക്വൈറ്റ് ഇഫക്റ്റീവ് ആണ്. അതായത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡാറ്റാബേസ് ആണ്, അക്കാദമിക് ഡാറ്റാബേസ് ആണ് ഗൂഗിൾ സ്കോളർ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളിപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിൾ സ്കോളർ നടിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക് അടിച്ചാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസും ഡാറ്റാസൊക്കെ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, ലിറ്ററേച്ചർ സെർച്ച് ചെയ്യുക എന്നുള്ള പരിപാടി കഴിഞ്ഞു ഇവിടെ. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ന്, ഈ നമ്മൾ ലിറ്ററേച്ചർ സെർച്ച് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ആണെന്ത്, ബിബ്ലിയോഗ്രഫിക് സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ ലിറ്ററേച്ചർ സെർച്ച് ചെയ്ത് നമ്മൾ ഒരുപാട് ലിറ്ററേച്ചേഴ്സ് കണ്ടെത്തി, ഒരുപാട് ആർട്ടിക്കിൾസ് കണ്ടെത്തി. പക്ഷേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളിങ്ങനെ ആ കണ്ടെത്തിയ ആർട്ടിക്കിൾസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണിത് ബിബ്ലിയോഗ്രഫിക് സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബിബ്ലിയോഗ്രഫി സർവീസ് എന്താണ്. ബിബ്ലിയോഗ്രഫി സർവീസ് എന്ന് പറഞ്ഞാൽ ദ ഫൈനൽ ഔട്ട്പുട്ട് ഓഫ് ലിറ്ററേച്ചർ സെർച്ച് എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ സെർച്ചിൻ്റെ ഒരു എൻഡ് റിസൾട്ട് ആണെന്ത്, ബിബ്ലിയോഗ്രഫി സർവീസ് എന്ന് പറഞ്ഞാൽ. ദെൻ നമുക്ക് ഒരു അഡ്ഹോക്ക് ബിബ്ലിയോഗ്രഫി എന്നൊരു ടേം ഉണ്ട്. അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ താൽക്കാലികം എന്നാണ്. ഇപ്പോൾ ലൈബ്രറിക്ക് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം പറയുകയാണ് എനിക്കൊരു ഇമ്മീഡിയറ്റ് ആയിക്കാണ്ട് ഒരു ബിബ്ലിയോഗ്രഫി വേണം. അപ്പം മേ ബി എന്ത് ചെയ്യും, അപ്പം നമ്മൾ അതെങ്ങനെ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ചില ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ആക്സസ് ലിസ്റ്റ് ആയിരിക്കും. അതും ഒരു ബിബ്ലിയോഗ്രഫിയാണ്. നമ്മൾ ലൈബ്രറി ഓൾറെഡി നമ്മൾ കീപ്പ് ചെയ്യുന്ന ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ആക്സസ് ലിസ്റ്റ്. അതല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ലിസ്റ്റ്. ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അഡ്ഹോക്ക് ബിബ്ലിയോഗ്രഫി എന്ന നിലക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഈ ആക്സസ് ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ഏതൊക്കെ പുസ്തകങ്ങൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ബിബ്ലിയോഗ്രഫി സർവീസ് എന്താണ്, എ കൈൻഡ് ഓഫ് കറണ്ട് അവയർനെസ് സർവീസാണ്. അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന മീൻസ് ഇത് നമ്മൾ അടുത്ത യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും. അപ്പം അതേപോലത്തെ മീൻസ് ഇതും അതിൻ്റെ ഒരു ഒരു പർപ്പസും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിവിടെ കവർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബിബ്ലിയോഗ്രഫി സർവീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഓഥർ, അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ്. അപ്പം അതെന്ത് ചെയ്യാൻ നമ്മോട് ചോദിക്കുകയാണ് ഒരാൾ ഇന്ന സബ്ജക്റ്റിൽ ഇന്ന കാര്യങ്ങളുടെ ബിബ്ലിയോഗ്രഫി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് കൊടുക്കുക. അതിനാണ് ബിബ്ലിയോഗ്രഫി സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യണം, ഇവിടെ ഫസ്റ്റ് പറയുന്നത് കമ്പൈലേഷൻ ഓഫ് എൻ അഡ്ഹോക്ക് ബിബ്ലിയോഗ്രഫി. ഒരു ബിബ്ലിയോഗ്രഫി നമ്മൾ എങ്ങനെ കമ്പൈൽ ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ തന്നെ പറയുന്നുണ്ട്, പൊതുവെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്യും. ഈ അഡ്ഹോക്ക് ബിബ്ലിയോഗ്രഫി ഈസ് യൂഷ്വലി കമ്പൈൽഡ് ഓൺ റിക്വസ്റ്റ് എന്നാണ്. നമ്മോട് എന്ത് ചെയ്യും, ഒരാവശ്യം പറയും, ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള പറയും, അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പൊതുവെ പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, ചില റിസർച്ചേഴ്സ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, അവരുടെ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നടന്നിട്ടുള്ള സ്റ്റഡികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു,
നമ്മോട് ലിറ്ററേച്ചർ സെർച്ച് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സെർച്ച് ചെയ്ത ലിറ്ററേച്ചേഴ്സൊക്കെ എന്താണ് നമ്മൾ ബിബ്ലിയോഗ്രഫി ഡീറ്റെയിൽസും കൂടി ആഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു റിസർച്ച് സ്കോളർ, അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു 10-15 ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 10-20 ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അതെന്ത് ചെയ്യാം, നമ്മളൊരു ഓർഡറിലാക്കാൻ പറയും. അതൊരു എന്താണ് ബിബ്ലിയോഗ്രഫിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഓർഡറിലാക്കാൻ പറയും. ഇതൊക്കെ എന്താണ് നമ്മളെ ലൈബ്രറിയൻ്റെ ജോലിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് എന്താണ് ദി കമ്പൈലേഷൻ, ബിബ്ലിയോഗ്രഫി കമ്പൈൽ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ദി എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ലിറ്ററേച്ചർ സെർച്ച് ഇസ് എ ബിബ്ലിയോഗ്രഫി. ലിറ്ററേച്ചർ സെർച്ച് ലാസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്, എന്താ ചെയ്യുന്നത് അതാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റെപ്പ് ഉണ്ട് എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത്. പ്രിപ്പയർ കാർഡ്സ് ഫോർ ഓൾ ദി റെലവൻറ്റ് ഐറ്റംസ് എന്നുള്ള. അപ്പോൾ നമ്മളൊരു 10 ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഒരു കാർഡ്സ് ഉണ്ടാവും, ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. ഇപ്പം എന്താണ് ഇന്നത്തെ കാലത്ത് എല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കമ്പ്യൂട്ടറിൻ്റെ മുന്നത്തെ കാലത്ത് മാനുവലായി ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രിപ്പയർ കാർഡ്സ് ഉണ്ടാക്കുക. ദെൻ കാർഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് വേണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു ആദ്യം ഓതർ പേര് എഴുതുക, പിന്നെ ടൈറ്റിൽ എഴുതുക, പിന്നെ ഇയർ എഴുതുക, പിന്നെ എന്താണ് വോളിയം എഴുതുക, പിന്നെ ഇഷ്യൂ എഴുതുക, പിന്നെ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, അത് പിന്നെ 1, 2, 3 എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെ രീതിയിൽ ലിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആൽഫബറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഓതർ വൈസ് നമുക്കത് ലിസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് എ വെച്ചിട്ട് തുടങ്ങുന്ന അധികം ബിബ്ലിയോഗ്രഫി എന്തായിരിക്കും, ആദ്യം ഓതർ പേരായിരിക്കും കൊടുക്കുക, ഫസ്റ്റ് ഓതർ പേരായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ആൽഫബറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാം, അത് കൊടുക്കുക. അതായത് എ കൊണ്ട് വരുന്ന ഓതർ പേര് എന്ത് ചെയ്യുക, എ കൊണ്ട് വരുന്ന ഓതർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് കൊടുക്കുക. 2 ബി കൊണ്ട് വരുന്നത്, പിന്നെ സി, അങ്ങനെ എന്ത് ചെയ്യുക, അതാണ് ആൽഫബറ്റിക്കലി ഓതർ വൈസ് എന്നുള്ളത്. അതാണ് പൊതുവെ എല്ലാവരും ഫോളോ ചെയ്യൽ. പക്ഷേ ഇനി നമ്മോട് എന്ത് ചെയ്യുക, ദ ക്ലയൻറ്റ് മേ സജസ്റ്റ്, നമ്മോട് ക്ലയൻറ്റ് പറയാണ്, നമ്മോട് ചോദിച്ച ആൾ പറയുകയാണെന്ത്, എനിക്ക് ക്രോണോളജിക്കൽ ഓർഡർ മതി എന്നുള്ളത്, അതായത് ഇയർ ബേസിൽ മതി എന്നുള്ളത്. 2025 നടന്നത് ഫസ്റ്റ്, 24 നടന്നത് പിന്നെ, 23 പിന്നെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ സബ്ജക്റ്റ് വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഓരോ സബ്ജക്റ്റ്, ഇപ്പം AI ലൈബ്രറി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, AIയിലുള്ള മാത്രം ഫസ്റ്റ് കൊടുക്കുക, പിന്നെ ലൈബ്രറീസിലുള്ള ബിബ്ലിയോഗ്രഫി പിന്നെ കൊടുക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ ക്ലാസിഫൈഡ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, വേറെ ഏതെങ്കിലും രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഇതാണ് ഭയങ്കര സിമ്പിളാണ് കമ്പൈലേഷൻ ഓഫ് എ ബിബ്ലിയോഗ്രഫി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണെന്ത് നമ്മൾ ഈ സബ്ജക്റ്റിൽ പറയുന്നത്. പൊതുവെ 2 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, എങ്ങനെ ഇഫക്റ്റീവായിട്ട് ലിറ്ററേച്ചർ സെർച്ച് ചെയ്യാം. അതിന് 2 രീതികളുണ്ട്. ഒന്ന് സബ്ജക്റ്റ് അപ്രോച്ചും, 2 ഓതർ അപ്രോച്ചും എന്നുള്ള. ദെൻ രണ്ടാമത്താണ് ബിബ്ലിയോഗ്രഫി എങ്ങനെ കമ്പൈൽ ചെയ്യാം. അത് സിമ്പിളാണ് ബിബ്ലിയോഗ്രഫി കമ്പൈൽ ചെയ്യൽ. ആദ്യം നമ്മൾ കാർഡ് കണ്ടെത്തി, ആ കാർഡിനെ ഫോർമാറ്റ് ഉണ്ടാക്കി, അത് പിന്നെ ആൽഫബറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓതർ മീൻസ് നമ്മോട് ക്ലയൻറ്റ് എന്താണ് പറയുന്നത് ആ രീതിയിൽ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളുള്ളൂ ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ബേസിക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് മുന്നേ നടന്നിട്ടുള്ള എക്സാമിന് വന്ന ചോദ്യങ്ങളൊക്കെയാണിത്. അപ്പം ഇതെല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്കിത് പിന്നിലോട്ട് പോകാൻ കഴിയുമല്ലോ, എന്നിട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പം അതൊന്ന് ഫോളോ ചെയ്താൽ മതി. ഇവിടെ എന്താണ് കമ്പൈലിംഗ് ആൻഡ് ബിബ്ലിയോഗ്രഫി എന്നുള്ളത് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. കമ്പൈലിംഗ് ആൻഡ് ബിബ്ലിയോഗ്രഫി യൂസിങ് ഓതർ അപ്രോച്ച് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇവിടെ ഇപ്പോൾ പറഞ്ഞതല്ല, ഓതർ അപ്രോച്ച് വെച്ചിട്ടുള്ള നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലൈഡ് കാണിച്ചിട്ട് മുന്നിൽ മനസ്സിലാവും. അതായത് ഇതാണ് ഓതർ അപ്രോച്ച്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കിയെന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു, ആദ്യം ഒരു ഓതറെ കണ്ടെത്തി, ആ ഓതറിൻ്റെ പേപ്പർ കോപ്പി എടുത്ത് അദ്ദേഹത്തിൻ്റെ റെഫറൻസ് നോക്കി, അദ്ദേഹത്തിൻ്റെ റെഫറൻസിന് നമ്മൾ എന്ത് ചെയ്തു, എന്താണ് അദ്ദേഹത്തിൻ്റെ പേപ്പർ റെഫറൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എഴുതി വെച്ച്. മീൻസ് 5x3 എന്ന കാർഡിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ റെഫറൻസ് എല്ലാം നമ്മൾ എഴുതി വെച്ച്. എന്നിട്ട് ആ ഓരോ റെഫറൻസിലൂടെയും നമ്മൾ പോയി, എന്നിട്ട് ആ ഓരോ റെഫറൻസിലെയും പേപ്പർ നമ്മൾ കണ്ടെത്തി, അതിലത്തെ റെഫറൻസ് എഴുതി വെച്ച്, ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. പുതിയ എന്താണ് ഒരു ഓതേഴ്സിൻ്റെ പേരൊന്നും വരാത്ത സമയത്ത് എന്ത് ചെയ്തു, നമ്മളെ പരിപാടി നിർത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓതർ അപ്രോച്ച് വഴി നമ്മൾ ചെയ്യുന്നത്, ബിബ്ലിയോഗ്രഫി ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ ചോദ്യം, വാട്ട് യു അണ്ടർസ്റ്റുഡ് ബൈ സബ്ജക്റ്റ് അപ്രോച്ച് എന്നുള്ള ഓഫ് ലിറ്ററേച്ചർ സെർച്ച്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ലിറ്ററേച്ചർ സെർച്ചിൽ നമ്മളിങ്ങനെ സബ്ജക്റ്റ് വഴി നമ്മൾ എങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അതിന് 2-3 സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു. ആദ്യം പർപ്പസും സ്കോപ്പും നോക്കി, ദെൻ എന്താണ് സെക്കൻഡറി സോഴ്സുകൾ നോക്കി, ദെൻ പ്രൈമറി സോഴ്സുകൾ നോക്കി, പിന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാബേസുകൾ നമ്മൾ നോക്കി, അതിന് ഏതൊക്കെ ഡാറ്റാബേസുകൾ, ഏതൊക്കെ സോഴ്സുകൾ നോക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞ്,
ദെൻ എന്താണ് മൂന്നാമത്തെ ഒരു റഫറൻസ് ക്വയറിയിൽ നിന്ന് നമ്മൾ എങ്ങനെ എന്താണ് ലിറ്ററേച്ചേഴ്സ് സെർച്ച് ചെയ്യുമെന്നുള്ളതാണ്. നമ്മോട് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു ചോദിച്ച്, അതാണ് റെഫറൻസ് ക്വയറി. അതിൽ നമ്മൾ എങ്ങനെ സെർച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ് സ്കോപ്പ് ആൻഡ് പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആവശ്യം, ഏത് വർഷത്തിലുള്ളതാണ് വേണ്ടി, ഏത് ലാംഗ്വേജിലുള്ളതാണ് വേണ്ടി, ഏത് ജോഗ്രഫിക്കൽ ഏരിയയിലാണ് വേണ്ടി, ഏത് ഫോം ഓഫ് ഡോക്യുമെൻ്റാണ് വേണ്ടി, ഇതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ നാലാമത്തത് എന്താണ് ഓതർ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് അപ്രോച്ച് ആണ് ഫോർ കമ്പൈലേഷൻ ഓഫ് ബിബ്ലിയോഗ്രഫി എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യെസ് അതെ എന്താണ് ഓതർ അപ്രോച്ച് ഒരു എഫക്റ്റീവ് അപ്രോച്ച് ആണെന്ന് പറയാം. അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് PYQ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് സ്കോപ്പസ്, അതേപോലെ തന്നെ വെബ് ഓഫ് സയൻസ് എന്താണെന്നുള്ള ഇവിടെ പറയുന്നുണ്ട്. സ്കോപ്പസ് വെബ് ഓഫ് സയൻസ് നമ്മൾ പറഞ്ഞ് ഇതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ അത് എൽസേവിയറിൻ്റെ ആണ് സ്കോപ്പസ്. ISI വെബ് എന്നുള്ള തോമസ് റോയിറ്റേഴ്സിൻ്റെ ആണ്. ഇതൊക്കെ ഡാറ്റാബേസുകളാണ്, ഓൺലൈൻ ഡാറ്റാബേസുകളാണ്. ഇതൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. ദെൻ എങ്ങനെ ഒരു അഡ്ഹോക്ക് ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകളാണ്. ഡിഫറെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ആൽഫബറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൽഫബറ്റിക്കലി ഓതർവൈസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രോണോളജിക്കലി അറേഞ്ച്മെൻറ്റ് ചെയ്യാം, സബ്ജക്റ്റ് വൈസ് ചെയ്യാം, ക്ലാസിഫൈഡ് അറേഞ്ച്മെൻറ്റിൽ ചെയ്യാം. ഇങ്ങനെ ഏത് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്ഹോക്ക് ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചോദ്യത്തിനുള്ള ആൻസർ. ദെൻ എന്താണ് ഡിസ്ക്രൈബ് ബ്രീഫ് സ്റ്റെപ്സ് ഇൻവോൾവ് കമ്പയറിംഗ് ബിബ്ലിയോഗ്രഫി യൂസിങ് ഓതർ അപ്രോച്ച്. ഓക്കെ, ഇത് ഓൾറെഡി ഫസ്റ്റ് ചോദ്യം തന്നെയാണ്. ഓതർ അപ്രോച്ച് വഴി നമുക്ക് എങ്ങനെ ഒരു ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കാം എന്നുള്ളത്. ഇത്തരത്തിൽ കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന് മാക്സിമം വരാൻ സാധ്യതയുള്ളത് ഈ ഒരു ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക. കാരണം നിങ്ങൾ ഇഗ്നോൻ്റെ എക്സാമാണ് എഴുതുന്നത്, കോമ്പറ്റേറ്റീവ് എക്സാം അല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക, സ്റ്റെപ്പുകൾ പഠിക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.